അല്ല ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ആ സുഗതൻ മരിച്ചപ്പോ ഇവര് 10ലും 12ലുമാണേ. ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം കഴിഞ്ഞ്. എന്നെ കൊണ്ട് എങ്ങനെയാ സുഗതൻ വളർത്തിയ പോലെ വളർത്താൻ പറ്റുന്നത്? സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ചോദിച്ചാൽ തരാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ളവരൊക്കെ ഉണ്ട്, എൻ്റെ ചേട്ടനടക്കം. പക്ഷേ ചോദിക്കാതെ തന്നെ അതിനെല്ലാം ഉള്ള സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് അത്ഭുതമാണ് എനിക്ക്. ഭയങ്കര പ്ലാനിങ് ആണ്. അന്നേ അറിയുമായിരുന്നു? അല്ല, കുറച്ചൊക്കെ ഇങ്ങനെ എഫ് ഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം അന്ന് കുട്ടികൾ മൈനറല്ലേ, അപ്പൊ പ്രോപ്പർട്ടി മദ്രാസിലെ വീടും സുകുമാരനും മല്ലികയും എല്ലാം അങ്ങനെയാണ്. തിരുവനന്തപുരത്തും അങ്ങനെ. പിന്നെ എനിക്ക് അത് കാരണം അതൊക്കെ വിൽക്കാൻ നേരത്ത് പവർ ഓഫ് അറ്റോർണിയൊക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ 18 വയസ്സാകുന്നിടം വരെ നമുക്ക് ഈ മൈനർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ഒപ്പിടുന്നതായിട്ടൊക്കെ അങ്ങനെ. അത് പിന്നെ കുട്ടിക്കാലത്ത് കാന്തല്ലൂർ മൂന്നാർ സൈഡില് ഇങ്ങനെ എല്ലായിടത്തും, ഊട്ടി നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ദാസപ്രകാശിന്റെ ഹൈ പോയിന്റ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ്. ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ചത് 3 എൻ്റെ പേരില, 2 ഞങ്ങളെ 2 പേരുടെയും കൂടെ പേരില്ല. അപ്പം ഞാൻ ആലോചിക്കും എന്തിനായിരുന്നു എന്തോ ഈശ്വര. അപ്പം എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അത് മാത്രമേ ഇടയ്ക്ക് പറയാമായിരുന്നു. ഞങ്ങൾ ഈ എടപ്പാളുകാരൊക്കെ ഒരു 50-55 തട്ടിപ്പോകുന്നവരാണ്. അത് പറയും സുഗതന് 49 ആയുള്ളൂ എന്നാലും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് സാമ്പത്തികമായിട്ട് എനിക്ക് ആരോടും ചെന്നെ മാസം പൈസ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്നും എൻ്റെ മക്കൾ എത്ര ലക്ഷം വേണമെങ്കിലും തരും, പക്ഷേ കഴിയുന്നത് ഞാൻ അവരെ ഉപദ്രവിക്കില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടാനായിട്ട് ചില വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം അതൊക്കെ